ബാബരി മസ്ജിദ് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേളയിൽ പ്രത്യേക തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ രാജ്യത്ത് പലരും സ്വമേധയാ അഭിപ്രായം പറയുന്നു, പലരും പലർക്ക് വേണ്ടിയും അഭിപ്രായം പറയുന്നു, പലരും അഭിപ്രായം ഉണ്ടായിട്ട് പോലും അത് പറയാൻ പറ്റാതെ വിഷമിച്ച് ഉള്ളിലൊതുക്കി. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി പൊളിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അവിടെ ഇന്ന് രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു എന്നതും സത്യമാണ്. ഈ രണ്ട് സത്യങ്ങൾ നിലനിൽക്കെ ബാക്കിയുള്ളതിനെ പറ്റിയൊന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ വിഷയം മാത്രമാണ്. പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിനത്തിൽ നമ്മുടെ യൂട്യൂബിലൂടെ ഹജ്ജിന് പോയ പ്രിയപ്പെട്ട ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന ആള് പ്രാണപ്രതിഷ്ഠയുടെ ദിനം തിരഞ്ഞെടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നന്ദി പറയുക. ആ നന്ദി എന്ന് പറയുന്നത് ആ നന്ദിക്ക് വളരെയധികം സൂചനയാണ്. ആ പള്ളി പൊളിച്ചതിലുള്ള നന്ദിയാണോ ഷിഹാബ് ചോറ്റൂരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ പള്ളി പൊളിച്ചതിലാണ് നിങ്ങളിപ്പോ നന്ദി പറഞ്ഞത്. നിങ്ങളെ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ആ പള്ളിയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം, ആ പള്ളിയുമായി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ്. യൂട്യൂബിലൂടെ വൈറലാകാൻ വേണ്ടി എന്തും വിളിച്ചു പറയുവാനും എന്തും ചെയ്യുവാനുമുള്ള ഒരു ഉളുപ്പ് നഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലക്ക് മതത്തിന്റെ ചില സാധനങ്ങൾ എടുത്ത് അതിനെ കച്ചവടമാക്കി മാറ്റിയ ഇദ്ദേഹത്തെ പോലെ ഒരാൾ വന്നിട്ട് എന്തു പറയുന്നു അറിയോ? പള്ളി പൊളിച്ചതിന്റെ നന്ദി രേഖപ്പെടുത്തും. പ്രാണപ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്നേഹോജ്ജലമായ തൻ്റെ ഭക്തി പ്രസാദവും ഭക്തി അകത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രശ്നമുള്ള ഒരു ദിനമാണ്. കാരണം വളരെയധികം ആനന്ദമുള്ള ഒരു ദിനമാണ്. ആ ദിനം തിരഞ്ഞെടുത്തുകൊണ്ട് ഇപ്പുറത്ത് ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ ഒരു മറ്റേ കോപ്രായം കാണിക്കുന്ന രൂപത്തിൽ, അത് ഉമ്മാക്കി കാണിക്കുന്ന രൂപത്തിലാണ് ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന വ്യക്തി എന്തു പറഞ്ഞെന്നറിയോ? പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു. എന്തിനുള്ള നന്ദിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതില് ശ്രീരാമനെ കൂട്ടുപിടിച്ച് രാമന്റെ ഫോട്ടോ രണ്ട് കുട്ടികളെ വെച്ചിട്ടാണ് അദ്ദേഹം നന്ദി പറഞ്ഞത്. നമ്മൾ ശ്രീരാമനെതിരോ അവരെ സ്നേഹിക്കുന്നവർക്കെതിരോ അതല്ല. ഇദ്ദേഹം ചെയ്തത്, ഇദ്ദേഹം ഇതിനിടയിൽ ഇവർക്കിടയിൽ യൂട്യൂബിലൂടെ യൂട്യൂബാജി എന്ന നിലക്ക് ഇദ്ദേഹം ചെയ്യുന്നത്, യൂട്യൂബാജി എന്ന നിലക്ക് ഇദ്ദേഹം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തിനെ വിൽപ്പനക്ക് വെക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രചരണം. അപ്പൊ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയ ഒരു വസ്തുത നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇന്ത്യൻ മുസൽമാൻ എന്നെടുക്കണം, ഇന്ത്യൻ മുസൽമാന്റെ അട്ടിപ്പേർ അവകാശം പേറുന്ന നിലക്കാണ് ആര് നന്ദി രേഖപ്പെടുത്തുന്നത്? ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന ഈ വ്യക്തി നന്ദി രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇത്തരം പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇത്തരക്കാരെ നാം സൂക്ഷിക്കണം, മുന്നോട്ട് പോകുന്നത് നാം ശ്രദ്ധിക്കണം. ഇത്തരക്കാരുടെ മുന്നോട്ട് പോക്ക് നമുക്കത്ര മാന്യമാണോ എന്ന് നാം